കഴിഞ്ഞ വർഷത്തെ പേടിഎം സീരീസ് ഓരോ ആരാധകന്റെയും ഉള്ളിൽ ഇപ്പോഴും ഒരു ചെറിയ വിങ്ങലായി ഓർമ്മയുണ്ടാകും. ജോഫ്ര ആർച്ചർ എന്ന തീപ്പൊരി ബോളറുടെ തുടർച്ചയായ ഷോട്ട് ബോളുകൾക്ക് മുമ്പിൽ പതറി വീണ സഞ്ജു സാംസൺ. ഓരോ തവണയും ആർച്ചറുടെ ഷോട്ട് ബോൾ കെണിയിൽ വീണ് തലകുനിച്ച് മടങ്ങേണ്ടി വന്ന നൊമ്പരം. സഞ്ജുവിന് അത് വളരെ മോശമായ ഒരു പരമ്പരയായിരുന്നു. വിമർശകർ വാളോങ്ങിയ നാളുകളായിരുന്നു. പക്ഷേ തോൽവികളിൽ നിന്ന് പാഠം പഠിക്കുന്നവനാണ് യഥാർത്ഥ പോരാളിയെന്ന് ലോകം അറിയാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാ ലോകകപ്പിന്റെ സെമി ഫൈനൽ എന്ന വേദി. ഇന്ത്യയും ഇംഗ്ലണ്ടും നേർക്കുനേർ. കോടിക്കണക്കിന് ഹൃദയങ്ങൾ മിടിക്കുന്ന നിമിഷം. വീണ്ടും ആർച്ചർ പന്തുമായി ഓടിയെടുക്കുന്നു. പഴയ വിജയത്തിന്റെ ഓർമ്മകളിൽ അയാളുടെ മുഖത്തൊരു പുച്ഛം കലർന്ന ചിരിയുണ്ടായിരുന്നു. ക്രീസിലുള്ളത് തന്റെ സ്ഥിരം ഇരയാണെന്ന അഹങ്കാരത്തിൽ. എന്നാൽ പഴയ തന്ത്രം തന്നെ ആർച്ചർ വീണ്ടും പുറത്തെടുത്തു. തുടർച്ചയായ 2 ബൗൺസറുകൾ. തീപ്പൊരി പാറുന്ന പന്തുകൾ നെഞ്ചിനു നേരെ പാഞ്ഞെടുത്തപ്പോൾ ഗാലറി ഒന്നടങ്കം ശ്വാസമടക്കി പിടിച്ചുപോയി. പക്ഷേ ക്രീസിലുണ്ടായിരുന്നത് പഴയ സഞ്ജു ആയിരുന്നില്ല. അപമാനങ്ങൾക്ക് പകരം ചോദിക്കാൻ കാത്തുനിന്ന ഒരു അഗ്നിപർവ്വതമായിരുന്നു. മൂന്നാമത്തെ പന്തും ഷോട്ട് ബോൾ. അത് മുൻകൂട്ടി കണ്ട സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് ഒരു വെടിയുണ്ട പോലെ പന്ത് പാഞ്ഞു. തകർപ്പനൊരു പുൾ ഷോട്ടിലൂടെ പന്ത് ബൗണ്ടറി വരമ്പത്ത് ചുംബിച്ചു. ഗാലറി പൊട്ടിത്തെറിച്ചു. തൊട്ടു പിന്നാലെ ആർച്ചറിനെ പോലും അമ്പരിപ്പിച്ചുകൊണ്ട് ഒരു തകർപ്പൻ ഹുക്ക് ഷോട്ട്. പന്ത് പറന്നത് അതിർത്തിയും കടന്ന് കാണികൾക്കിടയിലേക്ക്. അതെ, ഒരു സിക്സർ ആയിരുന്നു. ആർച്ചറുടെ മുഖത്തെ ചിരി അപ്പാടെ മാഞ്ഞു തുടങ്ങി. എന്നാൽ കഥ അവിടെ തീർന്നില്ലായിരുന്നു. അടുത്ത ഓവറിലും ഇംഗ്ലീഷ് പേസർമാരുടെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. പന്ത് വീണ്ടും സഞ്ജുവിന് നേരെ. ഇത്തവണ തന്റെ സർവ്വശക്തിയുമെടുത്ത് ഉള്ളിലെ തീ മുഴുവൻ ആവായിച്ചുകൊണ്ട് മിഡ് വിക്കറ്റിന് മുകളിലൂടെ സഞ്ജു വായിച്ച സിക്സർ 90 മീറ്ററിലധികം ദൂരം താണ്ടിയ ആ പടുക്കൂറ്റൻ സിക്സർ ചെന്ന് വീണത് ഇംഗ്ലീഷ് അഹങ്കാരത്തിന്റെ നെഞ്ചിലേക്കായിരുന്നു. അതൊരു കേവലം ക്രിക്കറ്റ് ഷോട്ടായിരുന്നില്ല. കഴിഞ്ഞ കാലത്തെ അപമാനങ്ങൾക്കുള്ള ഏറ്റവും മനോഹരമായ മധുരമായ പ്രതികാരമായിരുന്നു. തല ഉയർത്തി നിൽക്കുന്ന നമ്മുടെ സ്വന്തം സഞ്ജുവിനെ നോക്കി ആർച്ചർക്ക് തല കുനിക്കേണ്ടി വന്നു. അതെ, ഇത് സഞ്ജുവിന്റെ രാജകീയമായ തിരിച്ചുവരവാണ്. ഇത്തവണ സഞ്ജുവിന്റെ ഓഫ് സൈഡ് ഗെയിം മറ്റൊരു ലെവലിലേക്ക് ഉയരുന്നത് കാണാം. ബോളർമാർ ലൈൻ ഓഫ് അറ്റാക്ക് ഓഫ് സ്റ്റംപിന് പുറത്തേക്ക് മാറ്റുമ്പോൾ സഞ്ജു മനോഹരമായി അത് കൗണ്ടർ ചെയ്യുകയാണ്. ഡെലിക്കേറ്റായ കട്ട് ഷോട്ടുകൾ, കവർ ഡ്രൈവുകൾ എല്ലാം വരുന്നുണ്ട്. ആ ഒരു പ്ലേസ്മെന്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഗ്യാപ്പുകൾ കൃത്യമായി പീക്ക് ചെയ്യുന്നു. ഒരു ഘട്ടത്തിലും സ്കോറിംഗിന്റെ വേഗം കുറക്കാതെ ബൗളർമാരെ കടന്നാക്രമിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിനെ പ്രതിരോധത്തിലാക്കിയ ഇന്നിംഗ്സ്. സഞ്ജുവിനെ ഡ്രോപ്പ് ചെയ്യുകയെന്ന തെറ്റിന് ഇംഗ്ലണ്ട് കൃത്യമായി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് കളിക്കാരൻ സാം കറൻ ഇന്നലെ പറയുന്നുണ്ട്, ഇന്ത്യക്കെതിരെ ഞങ്ങൾക്ക് കൃത്യമായ പദ്ധതികളുണ്ട്. വാങ്കഡയിലെ തിങ്ങി നിറയുന്ന ഗാലറികളെ നിശബ്ദമാക്കിയതിനെക്കുറിച്ച് അയാൾ സംസാരിക്കുന്നുണ്ട്. തീർച്ചയായും അവർക്ക് പദ്ധതികൾ ഉണ്ടായിരുന്നു. അവർ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അവർക്കും വിജയത്തിനുമിടയിൽ നിന്നിരുന്നത് സഞ്ജു സാംസൺ ആയിരുന്നു. 212 സ്ട്രൈക്ക് റേറ്റിൽ ഒരു തകർപ്പൻ ഇന്നിംഗ്സ്. വ്യക്തിഗത നേട്ടങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാതെ പലപ്പോഴും തനിക്ക് മുമ്പേ ടീമിനെ പ്രതിഷ്ഠിക്കുന്ന കളിക്കാരനാണ് സഞ്ജു സാംസൺ. അവനെ ഞാൻ ആരുടെ സ്ഥാനത്താണ് കളിപ്പിക്കേണ്ടത്? അഭിഷേകിന്റെ സ്ഥാനത്തോ അതോ തിലക് വർമ്മയുടെ സ്ഥാനത്തോ? പ്രസ് മീറ്റിൽ പരിഹാസം കലർന്നൊരു ചിരിയോടെ ക്യാപ്റ്റൻ കൂടെയായ സൂര്യകുമാർ യാദവാണ് ചോദിക്കുന്നത്. സഞ്ജുവിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത നായകൻ കൂടിയായ സൂര്യകുമാർ യാദവ് മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്യുന്ന രീതിയായിരിക്കാം അത്. എങ്കിൽ കൂടെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് തന്നെ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ ടീമിനകത്ത് തനിക്കൊരു സ്പേസ് ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഉറപ്പിക്കാതെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന സഞ്ജു സാംസൺ എന്ന കളിക്കാരന്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കുക. സ്വന്തം നായകനിൽ നിന്ന് പൊതുവേദിയിൽ അത്തരമൊരു പ്രതികരണം കണ്ടിരിക്കുമ്പോൾ ഉള്ള ആത്മവിശ്വാസം കൂടെ ഇല്ലാതാവുക മാത്രമാണ് സംഭവിക്കുക. സൂര്യകുമാർ അതിനുശേഷം സഞ്ജുവിനൊരു വിശദീകരണം കൊടുത്തിരിക്കുമെന്ന് തന്നെ കരുതുന്നുണ്ട്. എന്നിരുന്നാലും കളിക്കാരന് സംഭവിക്കേണ്ട ഡാമേജ് അവിടെ സംഭവിച്ചിരുന്നു. തിരിച്ചു വരാൻ സാധിച്ചത് അയാളുടെ വിൽ പവറിന്റെ ബലം മാത്രമാണ്. ആൾക്കിതൊരു ശീലവുമാണല്ലോ. പല റൊമാൻറ്റിസൈസ് ചെയ്യുന്നുണ്ടെങ്കിലും അപമാനം ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല.
കളിയിലായാലും ജീവിതത്തിലായാലും അത് മനുഷ്യരെ കൂടുതൽ തളർത്തിക്കളയുന്ന ഒന്ന് തന്നെയാണ്. അപൂർവം പേർക്ക് മാത്രമാണ് ഇത്തരം സാഹചര്യങ്ങളെ നേരിട്ട് ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധിക്കുക. പലപ്പോഴും ഞാൻ എന്നെ തന്നെ സംശയിച്ചിട്ടുണ്ട് എന്ന് സഞ്ജു പറഞ്ഞത് വെറുതെയല്ല. തലയുടെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നൊരു ഡെമോക്ലീസിന്റെ വാളുമായി കരിയർ മുഴുവൻ കളിക്കേണ്ടി വരിക എന്നത് അധികം ക്രിക്കറ്റ്മാർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ലാത്തൊരു കാര്യമാണ്. ഓരോ കളിയും തൻ്റെ അവസാനത്തെ കളിയാകുമെന്ന ധാരണ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് സഞ്ജു സാംസൺ എന്നും കളിക്കാനിറങ്ങിയിട്ടുള്ളത്. പരാതികളില്ലാതെ ടീം നൽകുന്ന ഏത് റോളും സ്വീകരിച്ച് 100%വും അതിലധികവും ടീമിന് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുമ്പോഴും മുൻവിധികളുടെ ബലത്തിൽ മാത്രം തന്നെ വിലയിരുത്തുന്നവരാൽ ജഡ്ജ് ചെയ്യപ്പെട്ട് കൊണ്ടേയിരിക്കുക എന്നത് മാത്രമാണ് അയാൾ അനുഭവിച്ചിട്ടുള്ളത്. അവഗണകളെയും അധിക്ഷേപങ്ങളെയും ഒഴിവാക്കലുകളെയും ഒറ്റപ്പെടുത്തലുകളെയും രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് എന്ന് പറയാൻ കഴിയുമ്പോഴും ഇനി എന്ത് ചെയ്താലാണ് തനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുക എന്ന തോന്നലുമായി വഴിയറിയാതെ ഉഴലുമ്പോൾ തിരിച്ചടികളിൽ തളർന്നു വീഴാൻ അനുവദിക്കാതെ സഞ്ജുവിന് ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് കരുത്തായും സ്നേഹമായും കൂടെയുറച്ചു നിന്നൊരു ചാരുലതയുണ്ട് സഞ്ജുവിൻ്റെ ജീവിതത്തിൽ. സഞ്ജുവിൻ്റെ ചരിത്രം കുറിച്ച പ്രകടനത്തിന് ശേഷം ചാരുലത ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ കുറിച്ചിട്ടു: ആൻഡ് ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ടു കോൾ ദിസ് മാൻ മേ. അമൂല്യമായ സ്നേഹമാണത്. സഞ്ജു സാംസണു വേണ്ടി തർക്കിക്കുന്ന, അയാൾക്ക് വേണ്ടി യുദ്ധങ്ങൾ നയിക്കുന്ന, സഞ്ജുവിൻ്റെ വിജയങ്ങളിൽ മതിമറന്നാഹ്ലാദിക്കുകയും പരാജയങ്ങളിൽ ദുഃഖിക്കുകയും ചെയ്യുന്ന അനേകം മനുഷ്യരെ കണ്ടിട്ടുണ്ട്. അവരിൽ നമുക്ക് കുറച്ച് പ്രാദേശിക വികാരമൊക്കെ ആരോപിച്ചെടുക്കാമെങ്കിലും അർഹതയുണ്ടായിട്ടും അവഗണിക്കപ്പെടുന്നവനോടുള്ള സ്നേഹമാണ് മുന്നിട്ട് നിൽക്കുന്നതെന്ന് അനായാസം വായിച്ചെടുക്കാൻ സാധിക്കും. സഞ്ജുവിൻ്റെ സ്വീകാര്യത മലയാളി എന്ന പരിഗണനയിൽ മലയാളികളുടെ ഇടയിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിനപ്പുറത്തേക്ക് സഞ്ജു സാംസൺ വളർന്നു കഴിഞ്ഞു. സച്ചിൻ ടെണ്ടുൽക്കറെ പോലെയോ മഹേന്ദ്ര സിംഗ് ധോണിയെപ്പോലെയോ ലോകകപ്പ് പോലൊരു വലിയ സ്റ്റേജിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കുക എന്നത് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള, ഈ ഗെയിമിനെ സ്നേഹിച്ചിട്ടുള്ള ആരാധകർക്ക് മനസ്സിലാകും. പാതി വഴിയിൽ പോലുമെത്താതെ വീണുപോയവരാണ് സ്വപ്നം കണ്ടവരിൽ 99% പേരുമെന്നിരിക്കെ മറ്റൊരാളത് സാധിച്ചെടുക്കുന്നു. കളിക്കുന്നത് നമ്മളിൽ ഓരോരുത്തർക്കും കൂടെ വേണ്ടിയാണെന്ന തോന്നലുണ്ടാകുമ്പോൾ സഞ്ജുവിനെപ്പോലെ വേറെ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. നമ്മളിൽ ഒരാളായി കരുതുന്നവരോടൊരു പരിധികളില്ലാത്ത ഇഷ്ടമുണ്ടാവുന്നതിന് വേറെ കാരണങ്ങൾ തേടിപ്പോകേണ്ടതില്ല. അതുകൊണ്ട് തന്നെ റൊമാരിയോ ഷേപ്പേഡിന്റെ അവസാന ഓവറിലെ രണ്ടാമത്തെ പന്ത് മിഡ്ഡോണിന് മുകളിലൂടെ ഉയർത്തിവിട്ടതിനു ശേഷം സഞ്ജു സാംസൺ ഈഡനിലെ ചരിത്രമുറങ്ങുന്ന ഐതിഹാസിക സ്റ്റേഡിയത്തിലെ പിച്ചിൽ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷം നമ്മുടെ കണ്ണുകളൽപ്പം നനഞ്ഞു പോകുന്നത് സ്വാഭാവികമാണ്. സൂര്യകുമാർ യാദവ് മത്സരത്തിന് ശേഷം പറഞ്ഞതുപോലെ കുറച്ച് കാത്തിരിക്കേണ്ടി വന്നാലും നല്ല മനുഷ്യർക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. തൽക്കാലം നമുക്കതിൽ ആഹ്ലാദിക്കാം. സത്യം പറഞ്ഞാൽ സിനിമയെ വെല്ലുന്ന കഥയാണ് സഞ്ജു സാംസന്റെ തിരിച്ചുവരവിന്റെ കഥ. ലോകകപ്പ് സ്ക്വാഡിൽ ഇടം പിടിക്കുമ്പോൾ സൂര്യക്കും പാണ്ഡ്യക്കും ബുംറയ്ക്കും ഒപ്പം ഇന്ത്യയുടെ പോസ്റ്റർ ബോയിയായിരുന്നു സഞ്ജു സാംസൺ. ഒരുപക്ഷെ അക്സർ പട്ടേലിനോ സൂര്യക്കോ പരിക്കോ മറ്റോ സംഭവിച്ചാൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനോ പോലും ആകുമായിരുന്നു ഈ ലോകകപ്പിൽ സഞ്ജു. ബുംറയും പാണ്ഡ്യയും കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിലെ ഏറ്റവും വലിയ സീനിയർ എന്ന നിലയിൽ. അവിടെ നിന്നാണ് ഏറ്റവും വലിയ പരാജയം സംഭവിക്കുന്നത്. ന്യൂസിലാൻഡുമായുള്ള 5 മാച്ചിന്റെ സീരീസിൽ 5ലും പരാജയമാകുന്നു. വിമർശകർ കൊത്തിപ്പറിക്കുന്നു. ബാറ്റ് പിടിക്കാൻ പോലും അറിയാത്തവനെന്ന് പരിഹസിക്കുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും മോശം താരമെന്ന് പോലും പലരും പറഞ്ഞു. ശേഷം നടന്ന ലോകകപ്പ് പരിശീലന മാച്ചിൽ 15-അംഗ സ്ക്വാഡിൽ എല്ലാവർക്കും അവസരം നൽകാവുന്ന മത്സരത്തിൽ പോലും ബാറ്റ് കൈക്കൊണ്ട് തൊടിയിക്കുന്നത് പോലും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരേ സ്വരത്തിൽ വിധിയെഴുതി. സഞ്ജു സാംസന്റെ ഇന്റർനാഷണൽ കരിയർ അവസാനിച്ചു എന്ന്. ഇനി ഇന്ത്യയുടെ നീലക്കുപ്പായത്തിൽ സഞ്ജുവിനെ കാണണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്ന്. എന്നാൽ ഒരു കാര്യം ഉറപ്പായിരുന്നു, ഈ ലോകകപ്പിൽ ഇനിയൊരവസരം കൂടി കിട്ടിയിരുന്നുവെങ്കിൽ തീർച്ചയായും അതുതന്നെ സംഭവിച്ചേനെ. അവിടെ നിന്നാണ് അത്ഭുതങ്ങൾ സംഭവിച്ചത്. കൊട്ടിഘോഷിച്ചു വന്ന എല്ലാ താരങ്ങളും ഫോം ഔട്ടാകുന്നു. ഇടംകയ്യൻ ബാറ്റർമാർ സ്പിന്നർമാർക്ക് മുമ്പിൽ മുട്ടുമടക്കി വീഴുന്നു. 2 വർഷങ്ങളുടെ തുടർച്ചയായ വിജയങ്ങൾക്ക് ശേഷം ലോകകപ്പിൽ ടീം തോൽക്കുന്നു. എന്നിട്ട് പോലും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനോട് സഞ്ജുവിനെ പരീക്ഷിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ പരിഹാസ ചുവയോടെ സൂര്യ പറഞ്ഞ മറുപടി ആരെ മാറ്റിയിട്ട് എന്നായിരുന്നു. അഭിഷേകിനെയോ അതോ തിലകിനെയോ? അയാൾ ചിരിച്ചുകൊണ്ട് മറുപടി ചോദിച്ചു.
അതായത് സഞ്ജുവിനേക്കാൾ ജൂനിയേഴ്സിന്റെ പേര് പറഞ്ഞാണ് അയാളെ പരിഹസിച്ചത്. പക്ഷേ വേറെ നിവൃത്തിയില്ലാതെ സഞ്ജുവല്ലാതെ മറ്റൊരു വലം കയ്യൻ ബാറ്റ്സ്മാൻ കൂടി സ്ക്വാഡിലില്ല എന്നൊറ്റ കാരണം കൊണ്ട് വീണ്ടും ടീമിലെത്തുന്നു. പിന്നീട് നടന്നതാണ് ചരിത്രം. കൊട്ടിഘോഷിച്ചു വന്ന എല്ലാ താരങ്ങളും പരാജയമാവുന്ന ക്വാർട്ടർ ഫൈനൽ മാച്ചിൽ ടീമിനെ ഒറ്റയ്ക്ക് ചുമലിലേറ്റി സെമിയിലെത്തിക്കുന്നു. അതും 80 പിന്നിട്ട ശേഷം കുറച്ച് എയർ ഷോട്ടുകൾ ശ്രമിച്ചാൽ ഈസിയായി 100 നേടാമായിരുന്നിട്ട് പോലും അയാൾ ശ്രമിച്ചില്ലായിരുന്നു. ടീമിന്റെ വിജയം മാത്രം മുന്നിൽ കണ്ടൊരു ഇന്നിംഗ്സാണ് അയാൾ പടുത്തുയർത്തിയത്. 100 നേടിയിരുന്നെങ്കിൽ ഇന്ത്യയുടെ T20 ലോകകപ്പ് ചരിത്രത്തിൽ 100 നേടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ആയേനെ. രോഹിത്തിനും കോഹ്ലിക്ക് പോലും നേടാൻ കഴിയാത്തൊരു നേട്ടമാണത്. പക്ഷേ അത്തരത്തിലുള്ള വ്യക്തിഗത നേട്ടങ്ങൾക്കൊന്നും അയാൾ മുതിർന്നില്ലായിരുന്നു. ടീമിനെ സെമിയിലെത്തിച്ച ശേഷം അയാൾ ഇരു കൈകളും ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞു. മേൽ പറഞ്ഞതുപോലെ തന്നെ അത്ഭുതങ്ങൾ സംഭവിച്ചതിനാലാവണം, വീണ്ടും ഒരു അവസരം കൂടി തന്നെ തേടി വന്നതിനാലാവണം.